നൈപുണ്യ വികസന കേന്ദ്രത്തിന് RSS നേതാവ് ഹെഡ്ഗേവാറിന്റെ പേര് തന്നെ നൽകുമെന്ന നിലപാടിൽ ഉറച്ച് പാലക്കാട് നഗരസഭ. പേരു മാറ്റാതെ പ്രതിഷേധം അവസാനിപ്പിക്കില്ലെന്നാണ് കോൺഗ്രസിന്റെ തീരുമാനം. നിയമ നടപടി ആരംഭിക്കാനും നീക്കമുണ്ട്. ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗത്തിൽ നിന്ന് കോൺഗ്രസ് വിട്ടുനിന്നു. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരായ കൊലവിളി പ്രസംഗത്തിൽ BJP പാലക്കാട് ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ ഉൾപ്പെടെ 2 നേതാക്കൾക്കെതിരെ കേസെടുത്തു. കൊലവിളി നടത്തിയിട്ടില്ലെന്നും നിരവാദമുന്നയിച്ച് നേട്ടമുണ്ടാക്കാൻ MLA ശ്രമിക്കുകയാണെന്നും പ്രശാന്ത് ശിവൻ പ്രതികരിച്ചു. ആദ്യം പ്രതികരണങ്ങൾ ഒന്ന് കേൾക്കാം. പാലക്കാട് MLA പാലക്കാട് വന്നാൽ കാല് വെട്ടും എന്ന് പറഞ്ഞ തരത്തിൽ ഏതെങ്കിലും ഒരു സിംഗിൾ സ്റ്റേറ്റ്മെൻറ്റ് MLA-ക്ക് കാണിക്കുവാൻ സാധിച്ചാൽ അതിനെ ഏത് വിധേനയും പരസ്യമായി മാപ്പ് പറയാനോ അല്ലെങ്കിൽ ഏത് വിധേനയും അതിനെ നിയമപരമായി നേരിടാനോ ഞങ്ങൾ തയ്യാറാണ്. കാരണം അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഇവിടെ MLA രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തുന്ന ശ്രമമെന്ന് പറയുന്നത് ഇവിടുത്തെ ആടിനെ പട്ടിയാക്കി പട്ടിയെ പേപ്പട്ടിയാക്കുന്ന ഒരു നയമാണ് സ്വീകരിക്കുന്നത്. ഇല്ലാത്ത ഒരു വസ്തുതയെ ഉണ്ട് എന്ന് വരുത്തി തീർത്തുകൊണ്ട് ജനങ്ങൾക്കിടയിൽ സിമ്പതി പിടിച്ചു പറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഇരവാദമിറക്കുന്ന ഒരു തേർഡ് റേറ്റ് പൊളിറ്റിക്സാണ് MLA രാഹുൽ മാങ്കൂട്ടത്തിലും കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കന്മാരും നടത്തുന്നത്. BJP-യുമായിട്ട് ഒരുമിച്ചിരുന്ന് ചർച്ച നടത്തി പ്രശ്നങ്ങൾ ഇവിടെ സമാധാനമുണ്ടാക്കാം എന്നാണ് പോലീസ് പറയുന്നത്. എന്തിനെതിരെ ഒരു നിയമസഭാ സാമാജികൻ്റെ തലയെടുക്കുമെന്ന് പറഞ്ഞത് നമുക്ക് ചർച്ച ചെയ്ത് തീർക്കണോ? ഇവരെന്നു തൊട്ടാണ് ഈ നാട്ടുകൂട്ട മധ്യസ്ഥ പണി കേരള പോലീസ് തുടങ്ങിയത്? അതല്ലാതെ ലോ ആൻഡ് ഓർഡർ വിഷയങ്ങൾ പരിഹരിക്കാനാണ് പോലീസ് ഉള്ളത്. അതവർ പരിഹരിച്ചാൽ മതി. തലയെടുക്കുമെന്ന് പറഞ്ഞ കാലെടുക്കുമെന്ന് പറഞ്ഞ കവർ എടുക്കുമെന്ന് പറഞ്ഞ ആളുകളുമായിട്ട് ഞാൻ പോയി ചർച്ചയ്ക്ക് ഇരിക്കണം. അതിലും ഭേദം തല പോകുന്നതല്ലേ? ജാമ്യത്തിൽ നിൽക്കുന്ന പ്രതി നടത്തുന്ന കൊലവിളിക്കെതിരെ ആ ജാമ്യം റദ്ദാക്കണമെന്ന് പറയാനുള്ള ആർജവം പോലും ഇല്ല. എന്തുകൊണ്ടായിരിക്കും എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഭയമായിരിക്കണം, അല്ലെങ്കിൽ അനുകമ്പയായിരിക്കണം. അതേതാണെന്ന് പോലീസ് തീരുമാനിക്കട്ടെ. ഇക്ബാൽ അറക്കലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഇക്ബാൽ അറക്കൽ, വെരി ഗുഡ് ഈവനിങ് ഇക്ബാൽ അറക്കൽ. എന്തായാലും പാലക്കാട് നഗരസഭയിലെ നൈപുണ്യ വികസന കേന്ദ്രത്തിൽ ഹെഡ്ഗേവാറിന്റെ പേരിടുന്നതുമായി സംബന്ധിച്ചുള്ള വിവാദം പുകയുകയാണ്. ഇപ്പോൾ രാഷ്ട്രീയ ആരോപണം പ്രത്യാരോപണങ്ങൾ കടുക്കുകയാണല്ലേ? അരുൺ, BJP ഭരിക്കുന്ന പാലക്കാട് നഗരസഭ അവരുടെ കീഴിൽ ഒരു നൈപുണ്യ വികസന കേന്ദ്രം RSS നേതാവായ ഡോക്ടർ KB ഹെഡ്ഗേവാറിന്റെ പേരിട്ടുകൊണ്ട് തുടങ്ങാൻ തീരുമാനിച്ചത് മുതൽ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് പാലക്കാട് അരങ്ങേറിയത്. പിന്നീട് ഈ പ്രതിഷേധങ്ങളെല്ലാം മാറി കോൺഗ്രസും BJP-യും തമ്മിലുള്ള ഒരു കൊലവിളിയിലേക്ക് വരെ കാര്യങ്ങൾ എത്തുന്ന സാഹചര്യമാണ് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം പാലക്കാട് ഉണ്ടായത്. ഈ കൊലവിളിയുമായി ബന്ധപ്പെട്ട് പോലീസ് നടപടി സ്വീകരിക്കാത്തതിനെതിരെ ചൊല്ലിയെല്ലാം പിന്നീട് പ്രതിഷേധങ്ങൾ ഉണ്ടായി. ഏതായാലും ജില്ലയിൽ എത്രയും പെട്ടെന്ന് സമാധാന അന്തരീക്ഷം പാലിക്കണമെന്ന പോലീസിന്റെ നിർദ്ദേശം ഇപ്പോൾ ഏതായാലും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരുപോലെ അംഗീകരിച്ചിരിക്കുകയാണ്. ഇന്ന് പാലക്കാട് വെച്ച് പോലീസ് വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗത്തിൽ കോൺഗ്രസ് വിട്ടുന്നെങ്കിലും പിന്നീട് BJP-യും CPM-ഉം എല്ലാം ഈ യോഗത്തിൽ പങ്കെടുക്കുകയും സമാധാന അന്തരീക്ഷം പാലിക്കാനുള്ള എല്ലാ രീതിയിലുള്ള സഹകരണവും പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് കോൺഗ്രസും ഇത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനം നടത്തി. ഏതായാലും പോലീസിന്റെ ഭാഗത്തു നിന്ന് രാഷ്ട്രീയ പാർട്ടികൾക്ക് കർശനമായിട്ടുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇനി യാതൊരു കാരണവശാലും പാർട്ടി ഓഫീസുകളിലേക്ക് മാർച്ച് നടത്തരുത്. മാത്രമല്ല മറ്റു പാർട്ടി പ്രവർത്തകരെ പ്രകോപിപ്പിക്കുന്ന രീതിയിലുള്ള പ്രസംഗങ്ങൾ പാടില്ല, മുദ്രാവാക്യങ്ങൾ പാടില്ല എന്നുൾപ്പെടെയുള്ള നിർദ്ദേശങ്ങളാണ് പോലീസ് നിലവിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകിയിട്ടുള്ളത്. ഏതായാലും രാഷ്ട്രീയ പാർട്ടികൾ പോലീസ് നൽകിയുള്ള ഈ നിർദ്ദേശം പാലിക്കാൻ അംഗീകരിക്കാമെന്ന രീതിയിലുള്ള കാര്യങ്ങൾ പോലീസിനെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൽ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് നഗരസഭ ഇപ്പോഴും ഹെഡ്ഗേവാറിന്റെ പേര് ഈ നൈപുണ്യ വികസന ഹെഡ്ഗേവാറിന്റെ പേര് തന്നെ ഇടും എന്നതിൽ ഉറച്ചു നിൽക്കുകയാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കോട്ടയത്ത്